ഇതാണ് നമ്മുടെ ടെറസ് ഗാർഡനിലെ രാമച്ചം ട്ടോ. നമ്മളൊരു ചാക്കിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം ഇതിന്റെ ഇലകളൊക്കെ ഒന്ന് ഉണങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് വിളവെടുപ്പിന് സമയമായി. ഇതിന്റെ വേരാണ് നമ്മൾ ഉപയോഗിക്കുക. വെള്ളം തിളപ്പിച്ച് കുടിക്കാനും കൂടാതെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് രാമച്ചത്തിന്. നമുക്കതൊന്ന് വിളവെടുത്ത് നോക്കാം. ഈ വേരാണ് ശരിക്കും നമുക്ക് വേണ്ടത്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം. കണ്ടോ, പുറത്തേക്ക് ഈ ചാക്കിന് പുറത്തേക്ക് ഇത് വന്നിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം ഇത് വിളവെടുക്കാനായി എന്നാണ്. നമുക്ക് എന്തായാലും ഒന്ന് വിളവെടുക്കാം. ചാക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടി വന്നു. നമ്മളൊന്ന് മറിച്ചിട്ട് എടുക്കാൻ കിട്ടാൻ നോക്കിയതായിരുന്നു. പക്ഷെ ഇത് ഇത്ര ഹാർഡായതുകൊണ്ടേ നമുക്ക് ചാക്ക് മറിച്ചിട്ട് എടുക്കാൻ കിട്ടുന്നില്ല. കണ്ടോ, ഇത്രയും ഫലമാണ് ഈ വേരിന്. ഹൈറേഞ്ച് ഏരിയയിലൊക്കെ മണ്ണ് ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് രാമച്ചം വെച്ച് പിടിപ്പിക്കാറുണ്ട് തേയില ചെടികൾക്കിടയിൽ. കുത്തനെയുള്ള മണ്ണരിപ്പ് തടയാൻ ഇവർ വളരെ ഹെൽപ്പാണ്. ഈ വേര് കണ്ടോ എത്ര സ്ട്രോങ് ആയിട്ടാണ് പിടിച്ച് നിർത്തുന്നതാണ് മണ്ണിനെ. നമുക്കിത് നനയ്ക്കാതെ ഇനി റിമൂവ് ചെയ്യാൻ കിട്ടില്ല. ഒന്ന് നമുക്ക് നനച്ചു കൊടുക്കാം. നമുക്കിത് പെരുത്തെടുക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ. അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഇതിൽ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, നമ്മൾ വേരും ചാക്കും കൂടി ഒന്നിച്ച് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ് ഇതിൽ നിന്ന്. കാരണം ഇത് അത്ര സ്ട്രോങ് ആയിട്ട് അതിൽ പിടിച്ചു നിൽക്കുന്നത്. നമുക്ക് ഈ ചെറുതായിട്ട് ഈ മണ്ണൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് എടുക്കാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. നമ്മുടെ സ്കിന്നിനും വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്നതാണ് കേട്ടോ ഈ ചകിരി. കുഞ്ഞുങ്ങൾക്ക് ശരീരം നമ്മൾ തേച്ച് കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് രാമച്ചത്തിൻ്റെ ചകിരി. അതല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ദാഹശമനികളിലെല്ലാം നമുക്ക് കാണാൻ പറ്റും രാമച്ചത്തിൻ്റെ വേരുകൾ. നമുക്കതിൻ്റെ ചെറിയ വേരുകൾ മാത്രമാണ് എടുക്കാൻ കിട്ടുന്നത്. നമുക്കിത് മുഴുവനായിട്ടൊന്ന് ഇളക്കി മാറ്റിയാലാണ് ഇനി ഈ വലിയ വേരുകൾ നമുക്ക് കിട്ടുള്ളൂ. നമ്മളിത് ഒരു ചെറിയ തൈ, അതായത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെയാണ് ഒരു തൈ വരിക. ഈ ഒരു തൈയാണ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 6 മാസമായിട്ടുണ്ടാവും ഇത് വെച്ചിട്ട്. പ്രത്യേകിച്ച് കെയറൊന്നും ആവശ്യമില്ലാത്ത ഒരു തൈയാണ് കേട്ടോ ഇത്. നമ്മൾക്ക് വളമൊന്നും അധികം നമ്മളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ മണ്ണിൽ ഉണ്ടാവുന്ന വളം മാത്രമേ ഇതിലുള്ളൂ. നമ്മളായിട്ടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പക്ഷെ എങ്കിലും നന്നായിട്ട് നമുക്ക് വേര് നന്നായി ഓടിച്ചിട്ടുണ്ട് ഇതിൽ. ഇങ്ങനെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്.
നമ്മളെ ഒറ്റ തണ്ടിൽ നിന്നാണ് നമ്മൾ ഇത്രയും വേരുകളെല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ തൈ വെച്ചിട്ട് നമ്മൾ ചാക്കിൽ വെച്ചതാണ്. അപ്പോൾ ഇത്രയും കുറേ തൈകൾ ഉണ്ടോ, നമ്മൾ ഓരോ തൈകളായിട്ട് തന്നെ നമ്മളിതിൽ നിന്ന് കിട്ടി. നമ്മൾക്ക് ഈ തൈനെ തന്നെ വീണ്ടും നമുക്ക് റീപ്ലാന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം അതിൽ നിന്ന് വേരെടുക്കാൻ പറ്റിയതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തൈനെ തന്നെ നമുക്ക് വേറൊരു ചാക്കിലോ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ വലിയ പോട്ടിലോ നിലത്തോ വെച്ച് റീപ്ലാന്റ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഓരോ തൈകളാണ് കേട്ടോ. ഓരോ തൈ നമുക്ക് ഇത് വെച്ചാലും നമുക്ക് ഓരോ തൈകളായിട്ട് പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രാമച്ചത്തിൻ്റെ വേരുകളെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കുറേ മണ്ണും കാര്യങ്ങളും കുറച്ച് കഷ്ടമുണ്ട്. കാരണം നമ്മൾ ചാക്കിൽ വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ ആ ചാക്കിലൊക്കെ പറ്റുന്ന വേരുകളെല്ലാം പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെല്ലാം കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ ഏകദേശം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഈ വേരിനൊക്കെ നന്നായിട്ട് കഴുകി മണ്ണൊക്കെ കളഞ്ഞെടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ റീപ്ലാന്റേഷനും ഇതിനെ എങ്ങനെയാണ് നടേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഏകദേശം നമുക്ക് ഇത്രയും ഒരു ബക്കറ്റോളം നമുക്ക് വേര് കിട്ടിയിട്ടുണ്ട്. ചെറിയ തന്നെ നമുക്ക് പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. വളങ്ങളൊന്നും തന്നെ ഇതൊന്നും ഇട്ടിട്ടില്ല എന്നാണ് ഏറ്റവും പ്ലസ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതിൻ്റെ ചിലവും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പ്ലാന്റിട്ട് വെള്ളം നനച്ച് മാത്രം കൊടുത്താൽ മതി. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇതിന് കെയറോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ രാമച്ചത്തിൻ്റെ വിളവെടുപ്പ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ റീപ്ലാന്റേഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വിടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ രാമച്ചെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. രാമച്ചത്തിൻ്റെ വേരുകൾ കണ്ടോ.